അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിലോട്ട് കിടക്കാൻ പോവാണ്. ഡിസൈൻ എ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീം ഓഫ് റെക്ടാങ്കുലർ സെക്ഷൻ യൂസിങ് ദി ഫോളോയിങ് ഡാറ്റ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാൻ 8 മീറ്റർ ആണ്, പിന്നെ ലൈവ് ലോഡ് 30 kN/m, ഓവറോൾ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഈസ് റെസ്ട്രിക്റ്റഡ് ടു 650 mm. അപ്പോൾ നമ്മളൊരു കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ, കാരണം നമുക്ക് ഡെപ്ത് അധികം കൂട്ടാൻ പാടില്ല. അപ്പോൾ നമുക്ക് റെസ്ട്രിക്ഷൻ തന്നിട്ടുണ്ട് 650 mm ആണ് എന്ത് ഡെപ്ത് എന്നുള്ളത്, ഓവറോൾ ഡെപ്ത് ക്യാപിറ്റൽ ഡി. പിന്നെ M20 ഗ്രേഡ് കോൺക്രീറ്റ് ആണ്, FE 415 WYST ബാസാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലോട്ട് എടുക്കാം. ഫസ്റ്റ് നമ്മൾ എന്താണ് ഗിവൺ ഡാറ്റാസ് എഴുതാണ്. ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ. ഓക്കെ, അപ്പോൾ M20 കോൺക്രീറ്റ് ആണ്, FCK 20 kN/mm². അതേപോലെ തന്നെ FE 415 സ്റ്റീലാണ്. ഓക്കെ, രണ്ടാമത്തെ അതായത് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ വിഡ്ത്തും ഡെപ്ത്തും ബ്രെഡ്ത്ത് ആൻഡ് ഡെപ്ത്ത് ഓഫ് ദി ബീം നമ്മൾ എന്ത് ചെയ്യണം, അസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വിഡ്ത്തും ഡെപ്ത്തും തന്നിട്ടില്ല. ഡെപ്ത്ത് ക്യാപിറ്റൽ ഡി തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ഡി എത്രയാണ്, 615 തന്നിട്ടുണ്ട്. സ്മോൾ ബി നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അത് അസ്യൂം ചെയ്യുക, 300 mm എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ക്യാപിറ്റൽ ഡിയിൽ നിന്ന് നമുക്ക് സ്മോൾ ഡി കണ്ടുപിടിക്കാൻ പറ്റും. സ്മോൾ ഡി എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് ഡെപ്ത്ത്, ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി മൈനസ് ക്ലിയർ കവർ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ കവർ ഡി ഡാഷ്, ക്ലിയർ കവർ ഡി ഡാഷ് നമ്മൾ എത്ര എടുക്കും, 50 mm എന്നെടുക്കും. അപ്പോൾ ഡി സ്മോൾ ഡി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി മൈനസ് ഡി ഡാഷ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 600 mm. ഓക്കെ, അപ്പോൾ നമുക്ക് സ്മോൾ ബിയും സ്മോൾ ഡിയും കിട്ടി. അപ്പോൾ ഇത്രയാണ് എന്ത് നമ്മുടെ ഡയമെൻഷൻസ്, ആ ഒരു ക്രോസ് സെക്ഷൻ ഡയമെൻഷൻസ് കിട്ടി. ഇനി സ്പാൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇഫക്റ്റീവ് സ്പാൻ തന്നെയാണ് തന്നിട്ടുള്ളത്, 8 മീറ്റർ. അതങ്ങനെ തന്നെ എടുക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പ് വരണമെന്ന് പറഞ്ഞാൽ ലോഡ് കാൽക്കുലേഷനാണ്. അപ്പോൾ ലോഡ് കാൽക്കുലേഷൻ നമുക്ക് ഫസ്റ്റ് സെൽഫ് വെയിറ്റ് എടുക്കണം. പിന്നെ നമുക്ക് ലൈവ് ലോഡും തന്നിട്ടുണ്ട്. അപ്പോൾ സെൽഫ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത്ത് ഇൻറ്റു ഓവറോൾ ഡെപ്ത് ഇൻറ്റു യൂണിറ്റ് വെയിറ്റ് ഓഫ് ദി കോൺക്രീറ്റ് ആണ്. അപ്പോൾ യൂണിറ്റ് വെയിറ്റ് 25 ആണ്, ഇൻറ്റു ഡെപ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. വിൽ ഗെറ്റ് ഇറ്റ് ആസ് 4.875. അങ്ങനെ നമ്മൾ ടോട്ടൽ ലോഡ് എടുക്കാം. 30 + 4.875 ദാറ്റ് ഈസ് ഈക്വൽ ടു 34.875. അങ്ങനെ ഫാക്ടേർഡ് ലോഡ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 × 34.875. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 52.3 kN/m. നമുക്ക് W കിട്ടി. W ആണ് ഫാക്ടേർഡ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് കാൽക്കുലേഷൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എന്താണ് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. എന്താ തന്നിട്ടുള്ളത്, പ്രത്യേകിച്ചൊന്നും തന്നിട്ടില്ല, പക്ഷേ നമുക്ക് വി ക്യാൻ ടേക്ക് ഇറ്റ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആകുമ്പോൾ നമുക്കറിയാം MU ഈസ് ഈക്വൽ ടു WLE ഡിവൈഡഡ് ബൈ LE² / 8 ആണ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്, അല്ല മൊമെൻറ്റ് മാക്സിമം മൊമെൻറ്റ് വരുന്നത് ആ ഒരു ബീമിൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു 52.3 × 8² ഡിവൈഡഡ് ബൈ 8. ദാറ്റ് ഈസ് ഈക്വൽ ടു 418.4 kN/m. ദാറ്റ് ഈസ് പിന്നെ VU ഷിയർ ഫോഴ്സ് WLE ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 209 kN എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് മൊമെൻറ്റ് കിട്ടി, ഷിയർ ഫോഴ്സ് കിട്ടി. ഇനി നമ്മൾ എന്താണ് ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്, അതായത് MU ലിമിറ്റ് കണ്ടുപിടിക്കണം. നമുക്ക് MU ലിമിറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഓൾറെഡി ഇക്വേഷൻ അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു K × FCK × BD². ദാറ്റ് ഈസ് ഈക്വൽ ടു Kൻ്റെ വാല്യൂ നമുക്ക് ടേബിൾ C SP60 നിന്ന് കിട്ടും. K ഈസ് ഈക്വൽ ടു 0.138. ഓരോരോ ഗ്രേഡ് ഓഫ് സ്റ്റീലിനനുസരിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന വാല്യൂ ആണ്. ആ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.138 × 20 × 300 × 600², 298 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയ MU ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ലെസ് ദാൻ MU, അതായത് നമുക്ക് തന്നിട്ടുള്ള MU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള MU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 418 ആണ് അല്ലേ. അപ്പോൾ അതിനെക്കാട്ടിലും കൂടുതലാണ് കുറവാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് വി ഹാവ് ടു ഡിസൈൻ ഇറ്റ് ആസ് ആൻ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് MU2 കണ്ടുപിടിക്കണം, ASC കണ്ടുപിടിക്കണം, FSC കണ്ടുപിടിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ MU2 കറസ്പോണ്ട് ചെയ്യുന്ന എന്താണ് കംപ്രഷൻ സ്റ്റീലിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കംപ്രഷൻ സ്റ്റീൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് MU2 ഈസ് ഈക്വൽ ടു MU ലിമിറ്റ്, അതായത് ഈ ഒരു MU ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് MU2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് കിട്ടും. അതായത് 120 kN നമുക്ക് കിട്ടും, ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി.
പിന്നെ നമുക്ക് FSC കണ്ടുപിടിക്കണം. FSC കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.0035 XU max മൈനസ് D ഡാഷ് ഡിവൈഡ് ബൈ XU max ഇൻറ്റു ES. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ്സ് മോഡുലസ് ആണ് ഓഫ് സ്റ്റീൽ. അപ്പോൾ D ഡാഷ് നമുക്ക് എത്രയാണ് തന്നിട്ടുള്ളത്? ഇഫക്റ്റീവ് കവർ 50 mm ആണ് നമ്മൾ അസ്യൂം ചെയ്തത്, ഓൾറെഡി അസ്യൂം ചെയ്തിട്ടുണ്ട്. പിന്നെ ES എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ്സ് മോഡുലസ് ആണ്, അത് നമുക്കറിയാം 2 × 10⁵ ആണ്. പിന്നെ നമുക്കിവിടെ അറിയാത്ത വാല്യൂ എന്ന് പറഞ്ഞാൽ XU max ആണ്. അപ്പോൾ XU max കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി കോഡിൽ നമുക്കൊരു ടേബിൾ ഉണ്ട്. ദാറ്റ് ഈസ് ഓരോരോ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് നമുക്ക് എന്താണ് XU മാക്സിൻ്റെ വാല്യൂ കിട്ടും. അതായത് XU മാക്സ് ബൈ D ഈസ് ഈക്വൽ ടു 0.48 എന്ന് കോഡിൽ വാല്യൂ ഉണ്ട് ഫോർ FE 415 സ്റ്റീൽ. അപ്പോൾ അതിന് നമുക്ക് XU മാക്സ് ഈസ് ഈക്വൽ ടു 0.48 D എന്ന് കിട്ടും. ദാറ്റ് ഈസ് 0.48 × 600. അത് നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. അത് നമ്മൾ FSCൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 598 N/mm². പക്ഷേ ഈ ഒരു FSCൻ്റെ വാല്യൂ ഒരിക്കലും 0.87 എക്സീഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് അത് കണ്ടുപിടിക്കുക, എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 361 ആണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ FSCനെക്കാട്ടിലും അത് എക്സീഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ FSC ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത് 0.87 FIൻ്റെ വാല്യൂ ആണ്. അതായത് 361 ആണ് നമ്മൾ എന്തായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്? FSC ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ AC കണ്ടുപിടിക്കണം. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC കണ്ടുപിടിക്കാനാണ്. AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MU മൈനസ് MU ലിമിറ്റ് ഡിവൈഡ് ബൈ FSC ഇൻറ്റു D മൈനസ് D ഡാഷ്. വാല്യൂസൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ASC കിട്ടും. ASC കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്താണ് ഏരിയ ഓഫ് അതായത് എത്ര നമ്പർ ഓഫ് ബാർസ് വേണം എന്നുള്ളത് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മളൊരു 20 mm ബാറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അസ്യൂം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ASC അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ASCൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഒരു ബാറിൻ്റെ ഏരിയ ഡിവൈഡ് ചെയ്ത് നമുക്ക് നമ്പർ കിട്ടും. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് എന്താണ് 2 നമ്പർ ഓഫ് 20 mm ഡയ അറ്റ് കംപ്രഷൻ സോൺ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ASC നമുക്ക് കിട്ടി. അപ്പോൾ എന്താണ് നമുക്ക് ആ ഒരു പോർഷൻ കഴിഞ്ഞു, അതായത് കംപ്രഷൻ സ്റ്റീലിൻ്റെ ആ ഒരു പോർഷൻ നമുക്ക് കഴിഞ്ഞ്. ഇനി അടുത്തത് വരുന്നത് ടെൻഷൻ സോണിൽ വരുന്ന സ്റ്റീലിൻ്റെയാണ്. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് AST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള AST ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് MU ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു സ്റ്റീലിൻ്റെ ഏരിയ പ്ലസ് AST2 എന്ന് പറഞ്ഞ ഒരു അഡീഷണൽ സ്റ്റീലും കൂടെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അപ്പോൾ നമ്മളെന്താണ് AST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AST ലിമിറ്റ് പ്ലസ് AST2 അല്ലെങ്കിൽ AST1 പ്ലസ് AST2 എന്നെടുക്കാൻ പറ്റും. അപ്പോൾ AST1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞൊക്കെ പോർഷൻസിൽ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ ജസ്റ്റ് എടുത്ത് എഴുതുക. 0.36 FCK B XU ലിമിറ്റ് ഡിവൈഡ് ബൈ 0.87 FI. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഇറ്റ് ഇസ് 1723. അതിന് AST1 കിട്ടി. ഇനി AST2 കണ്ടുപിടിക്കാൻ നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ASC ഇൻറ്റു FSC ഡിവൈഡ് ബൈ 0.87 FI. നമുക്ക് ബൈ ഹാർട്ട് പഠിക്കേണ്ട ഇക്വേഷനാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ASCൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി, FSCൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി, പിന്നെ 0.87 FI. ഓക്കെ, അപ്പോൾ വിൽ ഗെറ്റ് ഇറ്റ് എസ് 604 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് എന്താണ് AST1 കിട്ടി, AST2 കിട്ടി. ഇതും രണ്ടും കൂടെ സമ്മായി കഴിഞ്ഞാൽ നമുക്ക് AST കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2327. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് AST ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് 1 ബാർ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് നമുക്ക് 5 നമ്പേഴ്സ് എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? 5 ബാർസ് ഓഫ് 25 mm ഡയാബാർസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഷിയർ ചെക്ക് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഷിയർ ചെക്ക് ചെയ്യാൻ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. ടോവിയും ടോസിയും കണ്ടുപിടിക്കണം, കമ്പയർ ചെയ്യണം. അപ്പോൾ ടോവിൻ്റെ ഇക്വേഷൻ നമുക്ക് കോഡിൽ നിന്ന് കിട്ടും. അപ്പോൾ ടോവി ഈസ് ഈക്വൽ ടു VU ഡിവൈഡ് ബൈ BD ദാറ്റ് ഈസ് ഈക്വൽ ടു 1.16 N/mm² എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ടേബിൾ നമ്പർ 456/2000 ടേബിൾ നമ്പർ 19 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടോസിക്ക് കറസ്പോണ്ടിങ് ടു ദി പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ നമുക്കൊരു വാല്യൂ കിട്ടും. അത് നമുക്ക് ഇൻ്റർപോളേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റർപോളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോസീൻ്റെ വാല്യൂ 0.7 N/mm² എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടോവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോസീനെക്കാട്ടിലും കൂടുതലാണ്. അങ്ങനെ നമുക്ക് VUS കണ്ടുപിടിക്കണം. VUS ഈസ് ഈക്വൽ ടു VU മൈനസ് ടോസി ഇൻറ്റു BD. VUൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, മൈനസ് ടോസിൻ്റെ വാല്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടി ഇൻറ്റു BD ദാറ്റ് ഈസ് ഈക്വൽ ടു 83 kN. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള സ്പേസിംഗ് ആണ്. സ്പേസിങ്ങിനുള്ള ഇക്വേഷൻ നമുക്ക് കോഡിൽ നിന്ന് കിട്ടും. ദാറ്റ് ഈസ് 0.87 FI ASV D ഡിവൈഡ് ബൈ VUS.
വാല്യൂസൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് എ എസ് ബി നമ്മൾ എന്താണ് സിംഗിൾ സിറപ്പിൻ്റെ വാല്യൂ ആണ് നമ്മൾ എടുക്കുക, സിംഗിൾ സിറപ്പ്. അപ്പം 2 legged 8 mm സ്റ്റിറപ്പാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ 2 × π/4 × 8² ആണ് ASV വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 261. ഓക്കെ, സ്പേസിങ് 261 കിട്ടും. പിന്നെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ മാക്സിമം സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും കുറവാണെന്ന് ചെക്ക് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ 0.75 D ആണ്. 0.75 × 600 450 വരുന്നുണ്ട്. പിന്നെ 300 വരുന്നുണ്ട്. പിന്നെ 261 നമുക്കിപ്പോൾ കിട്ടിയ SVൻ്റെ വാല്യൂ. അപ്പോൾ ഇതിൽ ഏറ്റവും മിനിമം എന്ന് പറഞ്ഞാൽ 261 ആണ്. അപ്പോൾ നമ്മൾ 260 ആണ് സ്പേസിംഗ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്തതെന്ന് വെച്ചാൽ സ്ട്രക്ചറൽ ഡീറ്റെയിലിംഗ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ വാല്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ഫിഗറിൽ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 8 mm 2 legged സിറപ്പ് അറ്റ് 260 mm നമ്മൾ സിറപ്പായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ 300/600 mm 650 mm സെക്ഷനാണ്. അതിൽ ടോപ്പിൽ 2 numbers of 20 mm ഡയാബാസും ബോട്ടത്തിൽ 5 numbers of 25 mm ഡയാബാസുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോബ്ലം ഉള്ളത്. ഓക്കെ.